ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ വ്ളോഗ് കണ്ടുകൊണ്ട് വിചാരിക്കുന്നു. കൊടൈക്കനാൽ വന്ന് ഈ ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുള്ള വ്ളോഗാണ്. ഹൈമോക്ഷ എന്ന് പറഞ്ഞൊരു വില്ലയിലാണ് ഞങ്ങൾ, അവിടുത്തെ ഒരു വില്ലയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു റൂം ടൂർ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോളായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്നാക്സും വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു TV ഉണ്ട്. ഞങ്ങൾ TV ഒന്നും ഓണാക്കാൻ നിന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉറങ്ങുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സിറ്റിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു സോഫയൊക്കെ ആയിട്ട്. പിന്നെ ഇത് ബെഡ്റൂമാണ്, ഫസ്റ്റത്തെ ബെഡ്റൂമാണ് വരുന്നത് അടിയിലത്തെ. അവിടെ നല്ലൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഹീറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല തണവാണ് പുറത്ത്. പൊതുവേ എനിക്ക് തണവ് തട്ടിയപ്പോൾ വയ്യാണ്ടാവും, അപ്പോൾ എനിക്ക് കുറച്ച് ഹീറ്ററുകൾ എന്തായാലും നന്നായി. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ബാത്റൂമുണ്ട്. അത്യാവശ്യം ബാത്റൂമിന് ചൂടുവെള്ളം വരുന്ന രീതിയിൽ തന്നെ, എല്ലാ പൈപ്പിൽ തന്നെ ചൂടുവെള്ളം വരുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ നേരെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്സാണ്, കുറച്ച് ശ്രദ്ധിച്ച് കയറണം. പിന്നെ ഫുൾ വുഡിൻ്റെ വെച്ചാൽ വുഡിൻ്റെ ആയിട്ടുള്ള പണിയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പുറത്തൊക്കെ ആ തണവ് നമുക്ക് ഉള്ളിലേക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ പോലെ സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമാണ്. ഇപ്പോൾ 4 ആൾക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് ഫുഡ് അടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് അടിച്ചു രാത്രി കേട്ടോ. പിന്നെ ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബാൽക്കണീൻ്റെ 2 ചെയറും വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. നൈറ്റ് ടൈം ആണെങ്കിലും നമ്മൾ ആ ഒരു നൈറ്റ് ടൈം നല്ല ഹൈറ്റിൽ ഇരുന്നിട്ടില്ലേ, അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. നൈറ്റ് ടൈം ആയാലും മോർണിംഗ് ആയാലും കേട്ടോ. പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ആ ബാൽക്കണിയുടെ നേരെ ഓപ്പോസിറ്റാണ് റൂം വരുന്നത്. അഗെയിൻ ഹീറ്ററും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചില്ല് പോലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് നൈറ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. മോർണിംഗ് ടൈം ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. പിന്നെ നമുക്ക് സെയിം കുറച്ച് ഡെക്കറേഷൻസും കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് സ്റ്റോറേജ് തന്നിട്ടുണ്ട്. ഇവിടെ അടിയിൽ ഞാത്തിടാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞാത്തിടാൻ കുറച്ച് ഹാങ്ങേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് ഞാത്താനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ നെക്സ്റ്റ് കാലത്ത് തന്നെ ഞങ്ങൾ പുറപ്പെടും. അപ്പോൾ അത് ഞാത്താനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒരു മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം അടിയിലത്തെ പോലെ സെയിം ബാത്റൂം മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോർണിംഗ് ടൈമാണ്. മോർണിംഗ് ടൈം ഞാൻ ജസ്റ്റ് വീഡിയോ കൊണ്ടുവന്നു. സൂപ്പറാണ്, നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. എന്ത് രസമാണെന്ന് വെച്ചാൽ നമ്മൾ നേച്ചറിന് നടുക്കിൽ പോയി താമസിക്കുന്ന പോലെ സൂപ്പർ പ്ലേസാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി സ്റ്റേ ചെയ്ത് നോക്കുക കേട്ടോ അവിടെ. ഞങ്ങൾ കാലത്ത് റെഡിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സൂപ്പർബായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഓൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നാച്ചുറൽ പോലെ തോന്നുന്ന രീതിയിൽ തന്നെ നല്ല സൂപ്പർബായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫിഷ് പോണ്ട് പോലെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങളുടെ വില്ലേന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാം. എന്നാലും ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് അവിടെ വരുന്ന നടന്ന് ഇച്ചുവിനൊക്കെ കൊണ്ടുപോയി. ഇച്ചുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വരെ കൊണ്ടുപോയി. അതൊക്കെ ഒന്ന് കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലമുണ്ട്, നമുക്കിങ്ങനെ നടന്നിങ്ങനെ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി അവിടെ നിന്ന് അടിയിൽ പോയി ഞങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് വില്ല ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡബിളായിട്ടുള്ള വില്ലയിലാണ് താമസിച്ചത്. അതുപോലെ തന്നെ ഡബിളായിട്ട് 2 വില്ല വേറെ ഒരെണ്ണമുണ്ട്. പിന്നെ സിംഗിൾസ്, ഇപ്പം ഹണിമൂൺ കപ്പിൾസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ ആൾക്കാർ കപ്പിൾസ് മാത്രം വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ അങ്ങനെ 2 വേറെ സ്മോൾ ചെറിയ വില്ലകളുണ്ട്, ഒറ്റ ബെഡ്റൂമായിട്ട് കേട്ടോ. അങ്ങനെ മൊത്തം 4 വില്ലയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നല്ല രസമായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇരിക്കാനുള്ള ചെയറുകളും. ഇച്ചു നല്ല ഹാപ്പി ആയിരുന്നു. ഇച്ചുവിന് പറ്റിയ സ്ഥലമായിരുന്നു. ഇച്ചു കുറേ കറങ്ങി നടന്നു. ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ കൂടി ചാടിയിട്ട് അടിയിലേക്ക് വീഴണ്ടെന്ന് വെച്ചിട്ട്. കുറേ നാച്ചുറലി ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമുക്കിങ്ങനെ ഫുൾ ടൈം വേണമെങ്കിൽ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പോരാം. നമുക്ക് ആ നാച്ചുറൽ ബ്യൂട്ടി കണ്ടു പോരാം. അത്രയും രസമായിരുന്നു. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. ഈ ചെയർസും നല്ല കറക്റ്റായിരുന്നു ഇച്ചുവിന്. അപ്പോൾ അതിൽ കുറേ നേരം അവളും കയറിയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ സിംഗിൾ ആയിട്ടുള്ള വില്ല വരുന്നത്. ഇതും വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ബാക്കിലായിട്ട് നെക്സ്റ്റ് ഒരെണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. ഉള്ള വ്യൂവും സൂപ്പർബാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ റൂമിൽ തന്നെ ഇരുന്നിട്ട് സൂപ്പർബായിട്ടുള്ള വ്യൂ എൻജോയ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇനിയും നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അടിയിലേക്കൊക്കെ ഇനി ഇറങ്ങിപ്പോയ വാട്ടർഫോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ വരെ ഇറങ്ങാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല, അപ്പോൾ ഞങ്ങൾ പോയില്ല. ഞാൻ വേണമെങ്കിൽ ഇറങ്ങിയാലേ, പിന്നെ ഉച്ചും കൂടി ഉള്ള കാരണം ഞാൻ പിന്നെ പോയില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് നടന്നിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്നിങ്ങനെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് അവരവിടെ കൃഷി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആൾക്കാർ വന്ന് കുറച്ച് എന്താ പറയുക പൊട്ടാറ്റോവും ക്യാരറ്റൊക്കെ പൊട്ടിച്ച് എടുത്തൊക്കെ തന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അവിടെ വേറെ കുറേ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കിട്ടിയില്ല. ബട്ട് പിന്നെ അവർ തപ്പി നടന്ന് ഇച്ചുവിനെ കണ്ട കാരണമാണോ എന്താണെന്ന് അറിയില്ല. സ്ട്രോബെറി കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കാര്യമായിട്ടില്ല. ഇവളുടെ മോന്ത് എന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറി ആയിരുന്നു ആക്ച്വലി, നല്ല രസമുണ്ട്. പിന്നെ അവൾ കുറേ കഴിച്ചു കേട്ടോ. പിന്നെ ഫസ്റ്റ് എന്താ വേണ്ടാന്ന് പറഞ്ഞൊന്നും പിടുത്തമില്ല. സീസണായിരുന്നു ഇപ്പോൾ കൂടുതലുണ്ടായേനെ. അതോടുകൂടി ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ അവസാനിച്ചു. ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് ഫുഡ് അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും വടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ സാപ്പിട്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക്. എന്തായാലും നല്ല സൂപ്പർബായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് നേച്ചറിൻ്റെ നടുക്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അവിടെ പോയി ഒന്ന് താമസിച്ച് നോക്കുക. ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. നല്ലൊരു റിസോർട്ടാണ്, നല്ല സൂപ്പർ ആൾക്കാരുമാണ് കേട്ടോ. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. കമൻറ്റ്സ് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.